ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ ഉപ്മാവാണ് കേട്ടോ. ഈസി ആയിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഈ സേമിയ ഉപ്മാവ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ചിലപ്പോൾ വെള്ളമൊക്കെ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് അടിപൊളിയായി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് സേമിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരും. ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത്ര അങ്ങനെ ഡ്രൈ ആയിട്ടാണല്ലോ നമ്മുടെ ഈ സേമിയ ഉണ്ടാവുക. ഇത് വറുത്ത സേമിയ എന്നൊക്കെ കടയിൽ നിന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതേപോലെ ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു പച്ചച്ചോയ ഉണ്ടാവും. നിങ്ങൾ നന്നായി കൈ വെച്ച് ഇത് നന്നായി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് വറക്കാൻ, അല്ലെങ്കിൽ വറക്കുമ്പോൾ ശരിയായി കിട്ടില്ല. നമ്മൾ സേമിയയും റവയൊക്കെ ചേർത്ത് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് കട്ട കെട്ടി കിടക്കില്ലേ, ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഒട്ടും കട്ട കിട്ടില്ല കേട്ടോ. ഇതൊരു പാൻ ചൂടായതിന് ശേഷം പാൻ കുറച്ച് വെക്കണം. ഒരുപാട് ചൂടിൽ വെക്കരുത്, കരിയുള്ളൂ. പെട്ടെന്ന് സേമിയ കരിയും. ഇത് പിന്നെ കനം കുറഞ്ഞ തിക്കില്ലാത്ത ഒരു ഇതാണല്ലോ നമ്മുടെ ഉപ്പുമാവിനുള്ള സേമിയ. പായസത്തിനുള്ള സേമിയയുടെ അത്ര കട്ടി ഉണ്ടാവില്ല നമ്മുടെ ഈ ഉപ്മാവ് സേമിയ. അപ്പോൾ ചെറുതായി ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമുള്ള എണ്ണയൊന്നും വേണ്ട. വെറുതെ വെറുതെ വറുത്തെടുക്കുക. കുറച്ച് വലിയ പാത്രത്തിൽ വറുക്കുകയാണെങ്കിൽ ഇളക്കാനൊക്കെ നല്ല ഒരു എളുപ്പമുണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറച്ച് ചെറിയ ഒരു പാനായിപ്പോയി. മതി, ഒരുപാടൊന്നും കരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് ചൂട് തട്ടേണ്ട ആവശ്യമുള്ളൂ. കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, അടിയൊക്കെ കളർ മാറി. ഈ നല്ല കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിയും. അതിന് ശേഷം നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി രുചി കൂടും. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് തോരപ്പരിപ്പ്, ഒരു ടേബിൾ സ്പൂണോളം തോരപ്പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ ഇടുന്നത് നല്ലൊരു മണം. ഉപ്മാവിന് നല്ലൊരു മണം ഉണ്ടാവും. ഉപ്മാവ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അതിലേക്കൊരു സവാള ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും. നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ ഈ ഉപ്മാവിൽ അധികം എരിവ് നന്നാവില്ല, അതുകൊണ്ട് എരിവൊക്കെ പാകത്തിനിടണം. പിന്നെ നമ്മൾ ഏത് ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഒരുപാട് വാടി ഇങ്ങനെ കുഴഞ്ഞു പോരുത് കേട്ടോ. കളറ് മാറും, ഒരുപാട് ഇങ്ങോട്ട് കളറ് മാറരുത്. പരിപ്പുകളൊന്നും ഇതിലത്തെ കരിയാൻ പാടില്ല. അതൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ ഉപ്മാവിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി അതിലേക്ക് ഞാനിവിടെ തിളച്ച വെള്ളമാണ് കേട്ടോ കുറച്ചാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നോക്കി, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളം അധികം ആവരുത്. വെള്ളം അധികം ആകുമ്പോഴാണ് സേമിയയ്ക്ക് അധികം വേവില്ല, അങ്ങോട്ട് ഒട്ടി കട്ട കുത്തും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ്സോളം വെള്ളം ഇട്ട് ഒഴിച്ച് കൊടുത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഉപ്പും കമ്മിക്ക് ഇടാൻ പാടുള്ളൂ. ഉപ്പ് കൂടിപ്പോയാലും സേമിയ ഉപ്മാവ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ അധികം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഉപ്പ് വാരി ഇടാൻ പാടില്ല, അപ്പോഴും ഉപ്പ് അധികമാവും, കട്ട കുത്തും. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച സേമിയ അതിലേക്ക് ഇടണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത്ര വെള്ളത്തിൽ നമ്മുടെ സേമിയ ശരിക്കും അങ്ങോട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് സ്പൂൺ കൊണ്ടോ കയ്യിലുകൊണ്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കാനേ പാടുള്ളൂ. കൂടുതൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇതേപോലെ കുറേശ്ശെ. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ ലേശം ഉപ്പ് കൂടി കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇടയിൽ ഉപ്പുണ്ടാവില്ല, എല്ലാവരും ഒരേപോലെ ഉപ്പ് പിടിക്കും. അതിനാണ് വെള്ളത്തിൽ ചേർത്തിട്ട് ഒഴിക്കണം എന്ന് പറയുന്നത്. അത് റവ ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം, ഉപ്പ് വാരി ഇടരുത്. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുതേ, തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ചൂടുവെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉപ്മാവൊക്കെ റെഡിയായി കേട്ടോ. ഉലർന്ന് വന്നിട്ടുണ്ട്. ഒട്ടും കട്ട കുത്തിയിട്ടില്ല. കണ്ടില്ലേ, ഒട്ടും കട്ട കുത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇനി സേമിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കണേ. ഇനി ഞാൻ അതിൽ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നാളികേരം ഇടണം, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലാത്തവർ ഇടണ്ട. പക്ഷേ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും നമ്മുടെ ഉപ്മാവ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്മാവിൻ്റെ പണി കഴിഞ്ഞു.
അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണേ ഫ്രണ്ട്സ്. അങ്ങനെ കണ്ടിട്ട് പോകരുതേ. അപ്പോൾ എന്നും കാണണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എപ്പോഴും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.